എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് രോഗങ്ങൾ വരുന്നത് എന്നുള്ളത് വളരെ കാലമായിട്ട് എല്ലാവരും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ പഴയ കാലത്തുള്ള രോഗങ്ങളെക്കുറിച്ച് നമുക്ക് ഒറ്റവാക്കിൽ പറയാം. അതൊക്കെ പല വിധത്തിൽപ്പെട്ട രോഗാണുക്കളെ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളായിരുന്നു. അത്തരത്തിലുള്ള രോഗാണുക്കളുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് പല പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനും വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല അഭിപ്രായങ്ങളും എക്സ്പേർട്ടുകളുടെ ഇടയിലുണ്ട്. കാരണം എന്തുകൊണ്ടാണ് എല്ലാവർക്കും രോഗം വരാത്തത്? ഒരേ ബാക്ടീരിയ അകത്ത് കയറിയാലും ചിലർക്ക് മാത്രമാണ് അസുഖം വരുന്നത്, മറ്റു ചിലർക്ക് അസുഖം വരുന്നില്ല. അതിനുള്ള കാരണമായിട്ട് നമ്മൾ പറയുക അവർക്ക് അതിനോട് പ്രതിരോധ ശേഷി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പ്രതിരോധ ശേഷി അതിൻ്റെ കുറച്ചുകൂടെ കടന്നു പറഞ്ഞാൽ വൈറ്റാലിറ്റി, നമ്മുടെ ഒരു ജീവശക്തി എന്ന് പറയുന്ന ഒരു പ്രിവെൻറ്റീവായിട്ടുള്ള ഒരു ശക്തി ശരീരത്തിൽ ക്ഷയിക്കുന്ന സമയത്താണ് ഈ രോഗാണുക്കൾ പോലും നമ്മുടെ ശരീരത്തിനകത്ത് ആക്ട് ചെയ്യുക. പക്ഷേ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് അധികം ബോധേഡല്ല. കാരണം നമ്മളിന്ന് ഒരു പക്ഷേ വലിയ തോതിൽ തന്നെ ഈ പറയുന്ന രോഗാണുക്കളെ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ അതിനനുസൃതമായി അതിൻ്റെ എത്രയോ മടങ്ങ് അധികം തന്നെയായിട്ട് ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ റൂട്ട് കോസായിട്ട് പറയാൻ ഇപ്പോൾ പറ്റുന്നത് ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഓക്സിഡേഷൻ എന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഓക്സീകരണം എന്ന പ്രക്രിയയാണ്. ഓക്സിജൻ ഉള്ള സ്ഥലത്തൊക്കെ ഓക്സിഡേഷൻ ഉണ്ടാകാം. എളുപ്പം മനസ്സിലാക്കണമെങ്കിൽ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് ഓക്സിഡേഷനാണ്, ഓക്സീകരണമാണ്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒത്തിരി കാലം നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ അത് കനിച്ചു പോകുന്നത്, അത് ചീത്തയായി പോകുന്നതും ഓക്സിഡേഷൻ്റെ മറ്റൊരു രൂപമാണ്. ഒരു ആപ്പിൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് ചുവന്നു പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓക്സിഡേഷൻ നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങളിലും നടക്കുന്നത് കൊണ്ടാണ് കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകുകയും അതുവഴി നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല മാർഗം നമുക്ക് ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റി ഓക്സിഡൻസുകൾ ശരീരത്തിൽ ആവശ്യത്തിന് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വൈറ്റാമിൻ ഇ എന്ന് പറയുന്നത്. വൈറ്റാമിൻ ഇ അത് സാധാരണഗതിയിൽ അതിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത് അതിന് കോശങ്ങളുടെ അകത്തേക്ക് ഡയറക്റ്റ് കയറി ചെല്ലാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു കാരണവശാലും വൈറ്റാമിൻ ഇ ശരീരത്തിനകത്ത് തന്നെ സിന്തസിസ് ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയ തന്നെയാണ് വൈറ്റാമിൻ ഇ അകത്തേക്ക് കയറേണ്ടത്. വൈറ്റാമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ഒട്ടനവധി ലക്ഷണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനകത്തെ RBCയുടെ സിന്തസിസ്, ചുവന്ന രക്താണുക്കളുടെ രൂപീകരണം തടസ്സപ്പെടുകയും അത് മുഖാന്തരം നമുക്കുണ്ടാകുന്ന വിളർച്ചയാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. അതിനു മുമ്പേ തന്നെ ശരീരം കാണിക്കുന്ന മറ്റൊരു കാര്യമാണ് മസിൽസിനുണ്ടാകുന്ന ക്രാംസ്, മസിലിൽ നിന്നുണ്ടാകുന്ന കോച്ചിപ്പിടുത്തം പല കാരണം ഉണ്ടാവാം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മഗ്നീഷ്യം കുറയുക, വൈറ്റാമിൻ ഡി കുറയുക എന്നുള്ളതൊക്കെ. പക്ഷെ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപിടി അധികം നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാക്കാനുള്ള ഒരു കാര്യം വൈറ്റാമിൻ ഇ ആണ്. അതുകൊണ്ടാണ് 1-2 ദിവസത്തിലേക്ക് തന്നെ ശരിയായ ഡോസിൽ വൈറ്റാമിൻ ഇ ആ വ്യക്തിക്ക് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ മസിൽ ക്രാംസ് ഒക്കെ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇനി വൈറ്റാമിൻ ഇ എന്ന് പറയുന്നത് പല വിഭാഗത്തിലുണ്ട്, പല ടൈപ്സിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടൈപ്പാണ് ടോക്കോഫിറോൾ എന്ന് പറയുന്ന ഒരു കാര്യം. ടോക്കോഫിറോളിനേക്കാളും ഒരു പടി അല്ലെങ്കിൽ 50 ഇരട്ടിയോളം ശക്തിമത്തായിട്ടുള്ള മറ്റൊരു വൈറ്റാമിനാണ് ടോക്കോട്രിനോൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കണ്ടൻറ്റ്. ടോക്കോഫിറോൾ എന്ന് പറയുന്ന കാര്യം തന്നെ 2 വിഭാഗത്തിലാണുള്ളത്. ടോക്കോഫിറോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന വൈറ്റാമിൻ ഇ, ആ ഓരോ ടോക്കോഫിറോളിൻ്റെയും ഗുണം വ്യത്യസ്തങ്ങളുമാണ്. അതിൽ ആദ്യത്തെ ടോക്കോഫിറോളാണ് ആൽഫ ടോക്കോഫിറോൾ. ആൽഫ ടോക്കോഫിറോൾ നമ്മുടെ ശരീരത്തിനകത്ത് കയറുമ്പോഴാണ് ശരീരത്തിനകത്ത് ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നതൊക്കെ. രക്തചംക്രമണത്തെ ത്വരിതപ്പെടുത്തുകയും അത് ഒരു അറ്റാക്കിനുള്ള സാധ്യത കുറക്കാൻ വരെ കഴിവുള്ളതാണ് ആൽഫ ടോക്കോഫിറോൾ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നത്. അതേപോലെ തന്നെ സ്ട്രോക്കിനെ തടയാൻ വേണ്ടിയിട്ട്, പക്ഷാഘാതം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പ്രശ്നങ്ങളെ തടയാനും ഒരു വലിയ പരിധി വരെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വൈറ്റാമിൻ ഇക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. ടോക്കോഫിറോൾ എന്ന് പറയുന്ന വൈറ്റാമിൻ ഇ ശരീരത്തിൽ കൂടി സഞ്ചരിക്കുന്നത് തനിച്ചല്ല, അതിനൊരു കൂട്ട് വേണം. ആ കൂട്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്.
അതിൻ്റെ കൂട്ട് എന്ന് പറയുന്നത് LDL ആണ്, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് നമ്മൾ വിളിക്കുന്ന, നമ്മൾ പലപ്പോഴും കുറ്റമായിട്ട് ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ വിളിക്കുന്ന കൊളസ്ട്രോളാണ് LDL. ആക്ച്വലി LDL എന്ന് പറയുന്നത് ഒരു കൊളസ്ട്രോൾ അല്ല, അതൊരു വെഹിക്കിളാണ്. കൊളസ്ട്രോളിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോട്ടീൻ ബോക്സാണ് ഈ LDL എന്ന് പറയുന്നതെന്നും നമുക്കറിയാം. അപ്പോൾ LDL ആണ് ഈ ആൽഫ ടോക്കോഫിറോളിൻ്റെ സഹായിയായിട്ട് അതിനെ കൂട്ടിക്കൊണ്ടുപോകുക. അതുകൊണ്ടാണ് പലപ്പോഴും LDL കുറയുന്ന സമയത്ത് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ LDL നമ്മൾ വിചാരിക്കുന്ന അത്ര ചീത്ത കാര്യമല്ല. അതേപോലെ തന്നെ ഫാറ്റ് സോളിബിളായിട്ടുള്ള മറ്റ് വൈറ്റാമിനുകൾ, വൈറ്റാമിൻ A, വൈറ്റാമിൻ D, വൈറ്റാമിൻ E, വൈറ്റാമിൻ K1, വൈറ്റാമിൻ K2, ഇതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷനും LDL ആവശ്യം തന്നെയാണ്. അപ്പോൾ ആൽഫ ടോക്കോഫിറോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്കിനോ ക്യാൻസറിനോ സ്ട്രോക്കിനോ ഒക്കെയുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അടുത്ത തരം ടോക്കോഫിറോളാണ് ഗാമ ടോക്കോഫിറോൾ എന്ന് നമ്മൾ വിളിക്കുന്ന വൈറ്റാമിൻ E. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുകപടലങ്ങൾ കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന പുക മലിനീകരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മളെ ഒരു വലിയ പരിധിവരെ സംരക്ഷിക്കുന്നത് ഗാമ ടോക്കോഫിറോളാണ്. അതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ക്യാൻസറിനെ കുറക്കാനൊക്കെ ഇത് വളരെ നന്നായിട്ട് സഹായിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു കോൺട്രറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുക കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ ഗാമ ടോക്കോഫിറോൾ കുറക്കുമെങ്കിലും പുകവലി ഗാമ ടോക്കോഫിറോളിനെ നശിപ്പിക്കും. നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റാമിൻ E നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ് പുകവലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ടോക്കോഫിറോൾ. ഇനി ഇതിനേക്കാളും 50 മടങ്ങ് ശക്തിമത്തായിട്ടുള്ള ഒരു വൈറ്റാമിൻ E ആണ് ടോക്കോട്രിനോൾ എന്ന് നമ്മൾ വിളിക്കുന്ന ടോക്കോട്രിനോൾസ്. അത് ഏറ്റവും കാര്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ആർട്ടറിയുടെ, നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതേപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെ തടയാനുള്ള ഏറ്റവും നല്ല ശക്തമത്തായിട്ട് വഴികളിൽ ഒന്നാണ് ശരിയായ അനുപാതത്തിലുള്ള ടോക്കോട്രിനോൾസ് കഴിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ സ്കിന്ന്, പൊതുവേ വൈറ്റാമിൻ E എന്ന് നമ്മൾ പറയുക സ്കിന്നിൻ്റെ വൈറ്റാമിനുകളുടെ ചക്രവർത്തി എന്നാണ്. സ്കിന്നിന് എന്ത് രോഗം ഉണ്ടാകും, ത്വക്കിൻ്റെ ഏത് രോഗത്തിനുമുള്ള ഏറ്റവും നല്ല പ്രതിവിധികളിലൊന്നായിട്ടാണ് നമ്മൾ വൈറ്റാമിൻ Eയെ പറയുക. അപ്പോൾ സ്കിൻ സംബന്ധമായിട്ടുള്ള ഏത് രോഗത്തിനും വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ടോക്കോട്രിനോൾസ് എന്ന് പറയുന്ന വൈറ്റാമിൻ E. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് വൈറ്റാമിൻ E കുറഞ്ഞു എന്ന് മനസ്സിലാവുക? ഞാൻ നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ചു, മസിൽ വീക്ക്നെസ് ഉണ്ടാകും. അതേപോലെ തന്നെ കണ്ണിനുള്ള കാഴ്ച മങ്ങുന്നതായിട്ട് കാണാം. അവർക്കൊക്കെ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനുള്ള സാധ്യത, നിശാന്തത എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയും വൈറ്റാമിൻ Eയുടെ കുറവ് കൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാകും. ഇനി ഇത് കുറഞ്ഞതുകൊണ്ട് ഉണ്ടാകുന്ന മറ്റു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഒന്ന് ഹോട്ട് ഫ്ലഷ്. പ്രധാനമായിട്ട് ഒരു 50 അടുത്ത് പ്രായമുള്ള മെനോപാസ് അതിലേക്ക് കടന്നു കഴിയുന്ന സ്ത്രീകളിൽ മിക്കപ്പോഴും ഹോട്ട് ഫ്ലഷ് ഉണ്ടാകും. ശരീരത്തിൽ അവിടെയൊക്കെ ചൂട് വരുന്നതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ പലരും പറയാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നല്ല പ്രതിവിധി കൂടിയാണ് വൈറ്റാമിൻ Eയുടെ സപ്ലിമെൻറ്റേഷൻ. ഇത് നമ്മുടെ തലച്ചോറിനകത്തുള്ള പിറ്റ്യൂട്ടറിയുടെ ഹോർമോണൽ ബാലൻസിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റാമിൻ E. അതുകൊണ്ടാണ് ഹോട്ട് ഫ്ലഷിന് ഇത് വളരെ നല്ലതാണെന്ന് നമ്മൾ പറയുന്നത്. മറ്റൊന്ന് വളരെ പ്രധാനമായിട്ട് നമുക്ക് വൈറ്റാമിൻ E ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എസെൻഷ്യൽ ട്രെമേഴ്സാണ്. അല്ലെങ്കിൽ വിറ ഉണ്ടാവുക. വിറ എപ്പോഴൊക്കെ ഒന്നും ഉണ്ടാവില്ല. ചിലരൊക്കെ പറയാറുണ്ട് ഒരു സാധാരണ ഹെവി ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോഴൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് നമ്മൾ ചുണ്ടിനോട് കൊണ്ടുവരുമ്പോൾ കൈ വിറച്ചുകൊണ്ടിരിക്കും. അതവിടെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു കപ്പ് ചായ എടുത്ത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ കൈ വല്ലാതെ വിറക്കും. പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വൈറ്റാമിൻ E കുറഞ്ഞു എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ഏറ്റവും കൂടുതലായിട്ട് സംരക്ഷിക്കേണ്ടത് മൈലിൻ ഷീത്താണ്, അല്ലെങ്കിൽ നാഡികൾക്ക് ചുറ്റുമുള്ള ഒരു ഫാറ്റിൻ്റെ കവറിങ്ങാണ് മൈലിൻ ഷീത്ത്. ഈ മൈലിൻ ഷീത്തിൻ്റെ സംരക്ഷണത്തിന് വൈറ്റാമിൻ E കൂടിയേ തീരൂ. അപ്പോൾ വൈറ്റാമിൻ Eയുടെ കൂടെ കൃത്യമായ അനുപാതത്തിൽ വൈറ്റാമിൻ B കൂടെ കൊടുത്താൽ ഒരു വലിയ പരിധിവരെ എസെൻഷ്യൽ ട്രെമർ അല്ലെങ്കിൽ ഈ വിറയെ നമുക്ക് കുറക്കാൻ വേണ്ടി കഴിയും. ഇനി മറ്റൊരു പ്രധാനമായിട്ടും വൈറ്റാമിൻ Eക്ക് ഇടപെടാൻ പറ്റുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ലിവർ ഫൈബ്രോസിസ് ആണ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സാധാരണമായിട്ട് കാണുന്നതാണ് ഗ്രേഡ് 1 ഫാറ്റി ലിവറൊക്കെ. ഗ്രേഡ് 1 ആകുമ്പോൾ നമ്മൾ പറയും ഒരു കുഴപ്പമില്ല, അത് പിന്നെ ഗ്രേഡ് 2 ആവും, അന്നേരം കുഴപ്പമില്ല, ഗ്രേഡ് 3 ആവും. ഇത് പിന്നെ ഫൈബ്രോസിസിലേക്ക് പോകുന്ന ആ ഘട്ടത്തിലാണ് നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കണക്കാക്കുക. അല്ലെങ്കിൽ നമ്മുടെ ലിവറിൻ്റെ കോശഭിത്തിയിൽ കൂടുതൽ സ്കാർ ഫോർമേഷൻ ഉണ്ടാവും, അതൊരു കട്ടിയായിട്ട് മാറുക. അപ്പോൾ ഇതിനെ ഒരു വലിയ പരിധിവരെ ചെറുക്കാൻ വേണ്ടിയിട്ട് വൈറ്റാമിൻ Eക്ക് കഴിയും. അല്ലെങ്കിൽ നിങ്ങളുടെ ലിവർ ഇത്തിരി മോശമായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വൈറ്റാമിൻ E കൃത്യമായ അനുപാതത്തിൽ കൊടുത്താൽ നിങ്ങൾക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലിവറിനെ സംരക്ഷിക്കുന്ന ഗ്ലൂട്ടാതയോണിൻ്റെ
പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് വൈറ്റാമിൻ ഇ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ത്വക്കിൻ്റെ മുകളിൽ വരുന്ന സ്കാർ ഫോർമേഷനാണ്. പലരും ചില സ്ഥലത്തൊക്കെ മുട്ടുകയും തട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പാടുകൾ വരും. ഈ പാടുകൾ മാറാതെ ഇരുണ്ട നിറത്തിൽ കട്ടി കൂടി അവിടെ തന്നെ നിൽക്കും. അതിനെയാണ് നമ്മൾ സ്കാർ എന്ന് വിളിക്കുക. അപ്പോൾ ലിവറിൻ്റെ മുകളിൽ വരുന്ന സ്കാർ മാത്രമല്ല, ത്വക്കിന് മുകളിൽ വരുന്ന സ്കാറും വളരെ കൃത്യമായിട്ട് ആ സ്കാർ ടിഷ്യൂസിനെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിയും വൈറ്റാമിൻ ഇക്ക് ഉണ്ട്. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള സാധനം, പലപ്പോഴും സ്ട്രോക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അത് ഫ്രഷ് ക്ലോട്ട്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടി, അല്ലെങ്കിൽ അതിനകത്ത് രക്തക്കുഴലുകളിനകത്ത് രക്തം കട്ട പിടിക്കുന്നതുകൊണ്ടാണ്. ഈ കട്ട പിടിക്കുന്നതിനാണ് നമ്മളത് ക്ലോട്ട് ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്. ഈ ഫ്രഷ് ആയിട്ടുണ്ടാകുന്ന ഒരു ക്ലോട്ടിനെ അലിയിച്ച് കളയാനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവും വൈറ്റാമിൻ ഇക്കുണ്ട്. ഇനി വളരെ പ്രിവെൻറ്റീവായിട്ടും ഇതിന് പോകാനുള്ള ശേഷിയുണ്ട്. കാരണം നമ്മുടെ കോശങ്ങൾക്കെല്ലാം തന്നെ ഓക്സിജൻ ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. ഓക്സിജൻ്റെ അളവ് ആവശ്യത്തിന് കോശങ്ങളിൽ എത്തിയില്ലെങ്കിൽ കോശഭിത്തി അല്ലെങ്കിൽ മസിൽസ് റിയാക്ട് ചെയ്യും. അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തിയും ഒരു മസിലാണ്. ഈ മസിലിന് ആവശ്യത്തിനുള്ള രക്തം എത്താതിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ ഫലമായിട്ട് വരുന്ന ഇൻഫ്ലമേഷനാണ് ഈ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അവിടെ ആവശ്യത്തിന് ഓക്സിജൻ ഒരു പരിമിതമായ അവസ്ഥയിൽ എത്തിയാൽ പോലും അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് വൈറ്റാമിൻ ഇ കൊണ്ട് സാധിക്കും. അതായത് നിങ്ങളുടെ മസിൽസിൻ്റെയൊക്കെ ടയർ കുറക്കാൻ വേണ്ടി, അതിനുണ്ടാകുന്ന ഏത് നാശത്തിനെയും കുറക്കാൻ വേണ്ടിയിട്ട് വൈറ്റാമിൻ ഇക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഈ പറയുന്ന വൈറ്റാമിൻ ഇക്ക് കഴിയും. അപ്പോൾ നെഞ്ചുവേദന ആവട്ടെ, അറ്റാക്കിനെ കൊണ്ടുള്ള ബാക്കി പ്രശ്നങ്ങളാവട്ടെ, മസിൽസിനുണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടുകളാവട്ടെ, ഇതിനൊക്കെ കുറക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഓക്സിജൻ അവിടെ എത്തുക എന്നുള്ളതാണ്. ഓക്സിജൻ്റെ ആവശ്യകത കോശങ്ങളിൽ കുറച്ച് കൊണ്ടുവരാനുള്ള പ്രത്യേക കഴിവ് വൈറ്റാമിൻ ഇക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കും നല്ല ഒരു പ്രതിവിധിയാണ് വൈറ്റാമിൻ ഇ. ഇനി കൊളാറ്ററൽ സർക്കുലേഷൻ എന്ന് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. കൊളാറ്ററൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലേഷൻ, രക്തക്കുഴൽ ഉണ്ട്, അതിനകത്ത് ഒരു തടസ്സമുണ്ടായാൽ എന്ത് സംഭവിക്കും? സാധാരണഗതിയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന നാഷണൽ ഹൈവേയിൽ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിൻ്റെ ചുറ്റും ഇത്തിരി വളഞ്ഞിട്ടായാലും വേറൊരു വഴി നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ആ ഹൈവേയുടെ മറ്റൊരു ഭാഗത്ത് നമ്മൾ പോയി ചേരും. ഇത് തന്നെയാണ് രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്തും ശരീരത്തിൽ സംഭവിക്കുക. പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ധമനിക്ക് ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ബൈപ്പാസ് ചെയ്ത് ഒരു പുതിയ ആർട്ടറി ഉണ്ടാക്കാനുള്ള കഴിവ് ശരീരത്തിനുണ്ട്. അപ്പോൾ അതിന് ആ കൊളാറ്ററൽ സർക്കുലേഷൻ ഉണ്ടാക്കാൻ ശരീരത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് വൈറ്റാമിൻ ഇ എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ബ്ലോക്കുകളൊക്കെയുള്ള, ഹൃദയത്തിന് ബ്ലോക്കുകളുള്ള, കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ള ആൾക്കാർ കൃത്യമായി കഴിച്ചിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ വൈറ്റാമിൻ ഇ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സഹായിക്കുന്ന മറ്റൊരു ഏരിയയാണ് ബെഡ് വെറ്റിംഗ്. നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് 10 വയസ്സായിട്ടും കുട്ടി ബെഡിൽ കിടന്ന് മുള്ളുന്നത് നിർത്തിയില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബെഡ് വെറ്റിങ്ങിനും ഒരു പ്രധാന പ്രതിവിധിയായിട്ട് വൈറ്റാമിൻ ഇ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വൈറ്റാമിൻ ഇ കൊടുക്കുമ്പോൾ ബെഡ് വെറ്റിംഗ് അല്ലെങ്കിൽ ബെഡിൽ മൂത്രമൊഴിക്കുക എന്നുള്ള കാര്യം കുറഞ്ഞു വരുന്നതായിട്ടും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇനി എവിടെ നിന്നൊക്കെ നമുക്ക് വൈറ്റാമിൻ ഇ കിട്ടാം? വൈറ്റാമിൻ ഇ കിട്ടാനുള്ള ഏറ്റവും നല്ല സ്രോതസ്സുകളിൽ ഒന്ന് വീറ്റ് ജേം ഓയിലാണ്. വീറ്റ് ജേം ഓയിൽ. രണ്ടാമത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്രോതസ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സൺഫ്ലവർ സീഡാണ്. സൺഫ്ലവറിൻ്റെ വിത്തുകളും ധാരാളമായിട്ട് വൈറ്റാമിൻ ഉള്ളതാണ്. അത് നിങ്ങളുടെ ഭക്ഷണത്തിലെ ഡെയിലി ഇൻടേക്കായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആൽമണ്ടാണ്. ആൽമണ്ട് അല്ലെങ്കിൽ ബദാം. എല്ലാ ദിവസവും 5 ബദാമെങ്കിലും നിങ്ങൾ കഴിക്കുന്നതും വൈറ്റാമിൻ ഇയുടെ ശരീരത്തിനകത്ത് കൃത്യമായ അളവിൽ അത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ വൈറ്റാമിൻ ഇ എന്ന് പറയുന്നത് കേവലം സൗന്ദര്യ സങ്കല്പത്തിൽ മാത്രം ഉപയോഗിക്കേണ്ടുന്ന, സൗന്ദര്യവർദ്ധനത്തിന് മാത്രം ഉപയോഗിക്കേണ്ടുന്ന, സ്കിന്നിൻ്റെ നിറത്തിന് മാത്രം ഉപയോഗിക്കേണ്ടുന്ന ഒരു വൈറ്റാമിൻ അല്ല. അതിന് വളരെ വിലപ്പെട്ട ജീവധർമ്മ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുണ്ട്. അത് ഹൃദയത്തിൻ്റെ കാര്യത്തിലായാലും, തലച്ചോറിൻ്റെ കാര്യത്തിലായാലും, കണ്ണിൻ്റെ കാര്യത്തിലായാലും, ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും, ഇങ്ങനെ വളരെ വലിയ ഒരു വാസ്റ്റ് ഏരിയ തന്നെ വൈറ്റാമിൻ ഇ നമ്മളെ സഹായിക്കുന്നുണ്ട്.
അപ്പോൾ കൃത്യമായ നിങ്ങളുടെ ശരീരത്തിന് എത്രമാത്രം ആവശ്യമുണ്ട് എന്നത് മനസ്സിലാക്കി നിങ്ങൾക്കത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർ വൈറ്റാമിൻ ഇ കഴിക്കുമ്പോൾ കൃത്യമായ നിർദ്ദേശത്തോടു കൂടി മാത്രം ഇത് ചെയ്യുക. മറ്റൊന്ന്, ഇത് വളരെ ആർട്ടിഫിഷ്യലായിട്ട് സിന്തറ്റിക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഒരു വലിയ പരിധിവരെ. സിന്തറ്റിക്കായിട്ട് നിങ്ങൾ ഏതൊരു ന്യൂട്രീഷൻ ഉണ്ടാക്കുമ്പോഴും അതിന് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് ഇത് ഒന്നുകിൽ നിങ്ങളുടെ ഫുഡ് സോഴ്സിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഫുഡ് കൊണ്ട് ഇതുണ്ടാക്കുക, അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കലി കെമിക്കൽ ഇല്ലാതെ ഇത് കിട്ടുന്ന രൂപത്തിൽ തന്നെ ഇത് ആഹരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. കൃത്യമായ വൈറ്റാമിൻ ഇ നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി.